ഈ മയിലുണ്ടല്ലോ എല്ലാ ദിവസവും വെളുക്കണ സമയമാകുമ്പോൾ നമ്മൾ എണീക്കുമ്പോഴേക്ക് തന്നെ വന്നിട്ട് വിളിക്കാൻ തുടങ്ങും. രാവിലെയും വരും, വൈകുന്നേരത്തും വരും. അതിൽ അരിയിട്ട് കൊടുക്കും. ആ പാത്രത്തിൽ കുറച്ച് അരിയിട്ട് കൊടുക്കും. അരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങും. അതിൽ അരി ഇന്ന് ഉച്ച സമയത്ത് ഞാൻ ലേശം കടന്നു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുക. എന്താ വെച്ചാൽ അതിലത്തെ അരിമണിയെല്ലാം മഴയിൽ നനഞ്ഞ് കുതിർന്ന് എന്നിട്ട് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. പാത്രം ഫുള്ളും വെള്ളത്തിലായിരുന്നു. അപ്പോൾ അതെങ്ങനെ വിളിക്കുക. പിന്നെ ഞാൻ ആ വെള്ളം കളഞ്ഞ് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വന്നിട്ട് തിന്നാൻ തുടങ്ങി. നമ്മൾ കോഴികളെ നോക്കണ കൂട്ടത്തിൽ മയിലുകൾക്ക് അരിയിട്ട് നോക്കണ സമയത്ത് അതൊരു ഭയങ്കര ഒരു സുഖം. കാണാനും നല്ല ഭംഗിയല്ലേ. അതിനിങ്ങനെ എത്ര നോക്കിയിരുന്നാലും മനസ്സിന് സന്തോഷം കിട്ടുന്ന അവരുടെ ആ തലയെടുപ്പോടുള്ള നോട്ടവും നമ്മളേനെ നോട്ടവും ഒക്കെ കാണുമ്പോൾ കണ്ടാലും നമുക്ക് സന്തോഷം തരണ കാഴ്ചയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കിയിരിക്കും. കയറിയൊക്കെ തിന്നുവാണ്. എനിക്ക് ഈ പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ശക്തിയുള്ള പാത്രത്തിൽ കൊക്ക് കൊടകടാന്ന് ഇടിക്കുന്ന സമയത്ത് വേദനിക്കുമോ തോന്നും. എന്താ കാരണം വെച്ചാൽ അവരുടെ കൊക്ക് കുറേ കൊത്തുമ്പം വേദനിക്കുമോയെന്ന്. പിന്നെ മണ്ണിലിട്ട് കൊടുത്താലോ എറുമ്പ് പൊത്തുള്ളൂ. എറുമ്പുകളും ചെളിയും ഈ മഴ സമയത്ത് ചെളിയും എറുമ്പും എല്ലാം കൂടി ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പാത്രത്തിലിട്ട് കൊടുക്കണതല്ലേ നല്ലത് വിചാരിച്ച് പാത്രത്തിലിട്ട് കൊടുക്കും. ഇന്ന് ഉച്ചയ്ക്കൊരു രസമുണ്ടായി. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ മയിൽ എന്ത് ചെയ്തു, അതിൽ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം മൊത്തം നിറഞ്ഞു ആ പാത്രം മഴ പെയ്തിട്ട്. അപ്പോൾ ആ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അരിമണി കിട്ടണില്ല, വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ മയിലുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തിന്നിട്ട് അതെല്ലാം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അണ്ണ വരും, ചെറിയ കിളികൾ വരും, എല്ലാം വരും. അപ്പം അവരെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്നെ വന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മയിലെ സൗണ്ട് ഇട്ടിട്ട് വിളിക്കുക എന്നെ. ഞാൻ ഉച്ചയ്ക്ക് വന്ന ആ വെള്ളമെല്ലാം കളഞ്ഞ് അതിലുണ്ടായിരുന്ന ചെറിയ മണികളൊക്കെ പുറത്ത് കളഞ്ഞ് എന്നിട്ട് അതിനെ കഴുകി, പാത്രത്തെ കഴുകി വീണ്ടും അതിൽ അരിയിട്ട് കൊടുത്തപ്പം അത് തിന്നാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് വന്ന് ആ അരിയിട്ട് കൊടുക്കുമ്പോൾ അത് എടുത്ത് നിൽക്കണ കാണുമ്പോൾ കോഴികളെയൊക്കെ നോക്കണ പോലെ നമുക്ക് മയിലിനെ ഇങ്ങനെ നോക്കാൻ കിട്ടുക പറഞ്ഞാൽ അതൊരു ഭയങ്കര സുഖം തന്നെയാണ്. ഇപ്പം തിന്നു ആൾ പോയി. ഇനി കറക്റ്റ് നാളെ രാവിലെ 6:30 മണിയാകുമ്പോഴേക്കും എത്തും. 6:30 7 മണിയാകുമ്പോഴേക്കും എത്തും. വാതിൽ തുറന്നില്ല വെച്ചാൽ വിളിക്കും. വിളിച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഇടും. ഇല്ല വെച്ചാൽ പാത്രത്തിലുണ്ടെങ്കിൽ തിന്നുകൊണ്ടിരിക്കും. പാത്രത്തിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കും. ആൾ പോണു. അങ്ങനെ പോയി. സന്ധ്യ ആയില്ലോ. ഇനിയൊക്കെ പോവുകയാണ്. കൂട്ടുകളിലേക്ക് പോവുകയാണ്. അതൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഈ ഇങ്ങനെ വയസ്സായൊക്കെ ഇരിക്കുന്ന സമയത്ത്, വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം വയസ്സായില്ലോ. അപ്പോൾ ആ വയസ്സിലൊക്കെ ഒക്കെ ഈ ഇങ്ങനത്തെ പക്ഷികളും അതും ഇതും ഒക്കെ മനസ്സുഖം ഒരുപാട് തരുന്നുണ്ട്. അവർ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ നമുക്ക് നോക്കാൻ പറ്റണം.